ഇത് കേട്ടപ്പോൾ എനിക്ക് രണ്ടുപേരെ കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദർഷ ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഇവിടെ ആലുവയിൽ വെച്ചിട്ടാ. നമ്മുടെ ഞങ്ങള് ആലുവയില് ഒരു കെയർ ബേക്കറി ഇല്ലേ, അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നു, അദ്ദേഹം കാർ ഇറങ്ങി കെയർ ബേക്കറിയിലേക്ക് നടന്നു പോകുന്നു. ആ സമയത്ത് ആള് സിനിമ ചെയ്തിട്ടില്ല. കട്ടപ്പനയിലെ ഋതിക് റോഷൻ ചെയ്യണേക്കാൾ മുമ്പ് അങ്ങനെ ഫേമസ് ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിൽ ആളെ കണ്ടിട്ടുണ്ട്. ദിലീപ് ഏട്ടനെ കുറിച്ചിട്ടുള്ള പറഞ്ഞാൽ ജോക്കർ സിനിമയുടെ ഷൂട്ട് എന്റെ വീടിന്റെ ഷൊർണൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ സമയത്താണ് ദിലീപ് ഏട്ടനെ കാണുന്നത്. അന്ന് ദിലീപ് ഏട്ടനോട് സംസാരിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ അത് പറഞ്ഞ അടിയിട്ടോന്ന് എനിക്കറിയില്ല. മഞ്ജു ചേച്ചി എന്ത് ചെയ്യുന്നു എന്നാണ്. കാരണം കല്യാണം കഴിഞ്ഞ് അന്ന് മീനാക്ഷി അന്ന് കുഞ്ഞു കുട്ടിയെങ്ങാണ്ടാണ്. അപ്പൊ അന്ന് ഞാൻ എത്രാം ക്ലാസ്സിലാണ്, ചെറിയ ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കണേ. അപ്പോ ജോക്കർ സിനിമയുടെ ഒരു ഷൂട്ടിന്റെ ഒരു ഭാഗം മീൻ വിട്ടിട്ട് എന്താണ് ആളിങ്ങനെ നടന്നു വരുന്ന ഒരു സീനിൽ ഒരു പട്ട വീണൊരിതുണ്ട്. അവിടെ വെച്ചിട്ട് അനിത എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് അവർ സംസാരിക്കുന്ന ഒരു സീൻ, അത് ഒരു ട്രാക്ക് ആൻഡ് ട്രോളിയിൽ എടുക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ദിലീപേട്ടൻ നിൽക്കുന്നു, ട്രാക്ക് ആൻഡ് ട്രോൾ ഇങ്ങനെ കറങ്ങുന്നു. അത് സിനിമ കണ്ടപ്പോഴാണ് എനിക്കത് പിന്നീട് മനസ്സിലായത്. അന്ന് അതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ദിലീപേട്ടനോട് ചോദിച്ച ഒറ്റ ഇതാണ്, ദിലീപേട്ടൻ മഞ്ജു ചേച്ചിയും മോളും എന്ത് ചെയ്യുന്നു, അവര് സുഖമായിട്ടിരിക്കണു എന്ന് ഒറ്റ. അതാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആർട്ടിസ്റ്റും ദിലീപേട്ടനാണ്. അതാണ് എനിക്ക് ദിലീപേട്ടന്റെ ആദ്യത്തെ അനുഭവം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പിന്നീട് ഈ ഒരു ഇത്രയും വർഷമായിട്ടും ഞാൻ അദ്ദേഹത്തെ മാത്രം പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ എന്താണ് പിന്നെ ഒരുപാട് കല്യാണ കച്ചേരി സിനിമ, മുകേഷ് ഏട്ടൻ, ബൈജു ചേട്ടൻ, ജഗദീഷ് സാർ, അങ്ങനെ കുറേ പേരെ അതൊക്കെ കുഞ്ഞുനാളിലത്തെ ഷൊർണൂര് ഒരു സമയം സിനിമാക്കാരുടെ തട്ടകമായിരുന്നു. വരിക്കാശ്ശേരി മല മാത്രമല്ല, എൻ്റെ വീടിന്റെ നിയർ ബൈ 1 കിലോമീറ്റർ 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു വീടുണ്ട്. അതായത് ചക്രമുത്ത് സിനിമയിലെ കാവ്യമാധവന്റെ വീട്, അതേപോലെ കല്യാണ കച്ചേരി സിനിമയിലെ മുകേഷ് ഏട്ടന്റെ വീട്, ഇതൊക്കെ എന്റെ വീടിന്റെ തൊട്ട്. ആ സിനിമയുടെ ഫുൾ ഷൂട്ടിങ്ങും ചക്രമുത്ത് സിനിമ നടക്കുമ്പോഴും ഞാൻ ദിലീപേട്ടനെ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് കാവ്യനൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളെ കുഞ്ഞുനാള് മുതലേ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നിളയുടെ തീരത്ത് നിന്ന് വരുന്ന ഒരാളെന്നുള്ള രീതിയിലായിരിക്കാം. കാരണം ഞങ്ങള് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സിനിമാ ഷൂട്ടുകൾ നടന്നിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാള സിനിമയില് പല ലാംഗ്വേജും വള്ളുവനാടൻ ശൈലിയിലാണ് ഡയലോഗ്സുകൾ എഴുതിയിട്ടുള്ളത്. നരസിംഹ ആയിക്കോട്ടെ, ആറാം തമ്പുരാൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ സ്ലാങ്ങിലാണ് പ്രസന്റേഷൻ. അല്ലെങ്കിൽ അവരുടെ ഒരു നരസിംഹമാണെങ്കിൽ ഇപ്പൊ എമ്പുരാണെങ്കിൽ വ്യത്യാസം എങ്ങനെയുണ്ട്? അതിപ്പോ നമുക്ക് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് കാരണം സംസാരിക്കാൻ നിന്ന ഒരുപാട് കാര്യങ്ങൾ പറയാം. അല്ല, ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോ ദിലീപേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴും ഏതൊരു ആർട്ടിസ്റ്റിനെ ആണെങ്കിലും കണ്ടെത്തുന്നത് നീ പെട്ടെന്ന് പാടി. ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടെ, മണ്ണിൽ ദൈവം വന്നിട, വിണ്ണിൽ ദൈവം വന്നിട, ആത്മാക്കൾക്ക് നിത്യശാന്തി പകർന്നിടട്ടെ. സ്വർഗം തുറന്നിടാം, മരണം നിന്നിടാം, മരണം നിന്നിടാം, സ്വർഗം വന്നിടാം, സ്വർഗക്കാഴ്ചകൾ മരണാന്തര കാഴ്ചകൾ. ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടെ, സ്വർഗം തുറന്നിടാം, നരകം തുറന്നിടാം, ആത്മാക്കൾക്ക് നിത്യപ്രതീക്ഷ കൊടുത്തേരണമേ. ഒരു വരി എന്റെ കണ്ടനാഥിൽ നിന്ന് വരുന്നൊരു കവിത കേട്ടോ. എത്ര നേരമായി കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ തിങ്കളി, പിണങ്ങരുതേ അരുതേ അരുതേ, പുലരാറായോ തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ, ഒന്നിങ്ങു നോക്കുവോ വാർത്തിങ്കളി. വൈൻഡപ്പ് ചെയ്യാനും മുമ്പ് അവസാനമായി ദിലീപന്റെ ഒരു സൗണ്ട് എടുത്തു കൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സൗണ്ട് തോമയാണോ? സൗണ്ട് തോമ പുതിയത് പഠിക്കും. ഈ സൗണ്ട് കിടന്നോ ദിലീപന്റെ? ഈ കുട്ടി ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന നല്ല രസമായിരുന്നു ഇന്റർവ്യൂ. എന്തായാലും ആലുവയുടെ തൊടുത്ത് വന്നതിന് സൗണ്ട് തോമയ്ക്ക് ഒരുപാട് നന്ദി. നിന്റെ സൗണ്ട് തോമ, നിന്റെ സൗണ്ട് തോമ അല്ലാണ്ട് സിനിമത്തെ ഡയലോഗ് പറയരുത് ദേവസ്വം. ഈ ചേച്ചി വന്നതിന് പറഞ്ഞു, ഈ ചേച്ചി വന്നേരും
ഇന്റർവ്യൂ പങ്കെടുത്തതിനും ഇജോമച്ചിന്റെ കുഞ്ഞിനും ആശംസകൾ. ഓ വലിയ ഉപകാരം. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടുകഴിഞ്ഞാ വൈൻ്റെ കൂടെ വട്ടം അങ്ങോട്ട് നിങ്ങളുടെ മോടി ഞാൻ ഉടനെ വരും. വട്ടം അങ്ങോട്ട് ഞാൻ പോട്ടെ. ഞാൻ നേരം പോയി പോട്ടെ. നേരം പോയി ആ, നേരം പോയി വാ. കച്ചവടം വെള്ളത്തിലായി നേരം പോയി നേരം പോയി അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നീകാരി പെണ്ണിനെ കണ്ടു ഞാനതൊക്കെ നിർത്തി നിന്നെ ചുറ്റിന് കൊണ്ടുവരുമോ? ഓടേണ്ട ഓടേണ്ട ഓടി ഗാനമേള ആക്കിയല്ലോ. ഓമന പൂമുഖം പാടിടേണ്ട അതാ വെയിലത്താ ഓമന കൊണ്ട് പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് ഉമ്മ നൽകുക. ഓമന ചുണ്ടത്ത് ഒരൊറ്റ ഒരെണ്ണം ഞാൻ തരും ഉമ്മ നൽകുക. കേട്ടാ? ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓ, എന്താ ഇത്